ചോദ്യം, കണ്ണടച്ച് നിസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? അതൊരു ചോദ്യം. ഫിഖിന്റെ കിതാബുകളിലൊക്കെയും പറയുന്നു, വലായുക്റഹു, കറാഹത്താക്കപ്പെടുകയില്ല, തഗ്മീദു ഐനൈഹി, അവന്റെ രണ്ട് കണ്ണു ചിമ്പല്, നിസ്കാരത്തിൽ രണ്ട് കണ്ണു ചിമ്പല് കറാഹത്തില്ല. പക്ഷെ എങ്കിലും ഖിലാഫുൽ ഔല, നല്ലതിനെതിരാണ്. അതായത് ഒരാൾ കണ്ണ് ചിമ്പി നിസ്കരിക്കൽ കറാഹത്തില്ലെങ്കിലും അതൊരു നല്ല കോലമല്ല. പ്രത്യേകിച്ച് നോക്കിയത് നിസ്കാരത്തിലുള്ള പ്രധാനപ്പെട്ട സുന്നത്തെന്താ? കൂടി ഇരുട്ടാണ്, അല്ലെങ്കിൽ തീരെ കണ്ണ് കാണാത്ത വ്യക്തിയാണ്. അവനിക്കും സുന്നത്തല്ല, അവൻ നിസ്കാരത്തിൽ സുജൂദിന് വേണ്ടി അവന്റെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലം ഏതോ അവിടെയാണ് അങ്ങോട്ട് നോക്കലാണ് സുന്നത്ത്. തീരെ കണ്ണ് കാണാത്തവനാണ്, അല്ലെങ്കിൽ കരണ്ടില്ലാത്ത കാലം കൂടി ഇരുട്ടുള്ള റൂമിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്, അപ്പോഴും അവൻ കണ്ണു ചിമ്പാതെ അവന്റെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. നേരെ മറിച്ച് അവിടെ തന്നെ ചില മസാലകൾ പറയുന്നുണ്ട്. അവന്റെ മുമ്പിൽ എന്തോ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സാധനം കിടക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ ഓനെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അയിമക്ക് ശ്രദ്ധ വന്നിട്ട് അവന്റെ മനസ്സിൽ പല ചിന്തയും വരികയാണ്. അങ്ങനെയാവാം, എന്തോ ഒരു വരിയും കൂടിയില്ല, ഓനേതൊരു മതിലിനോട് ചേർന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഓനേതോ ഒരു വീട്ടിലെത്തി അവരെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറെ അലങ്കാര വസ്തുക്കളുണ്ട്. ഓനിപ്പോ അതെടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞപ്പോ ആ വീട്ടിൽ ഒഴിവാക്കൊന്നുമില്ല. നേരെ മറിച്ച് ആ അലങ്കാര വസ്തുക്കൾ അവർ ഇരിക്കലോട് കൂടെ കണ്ണ് ചിമ്പാതെ നിസ്കരിക്കുകയാണെങ്കിൽ ആ വസ്തുക്കളിലേക്ക് നോക്കിയിട്ട് അവന്റെ ചിന്ത മാറിപ്പോകും, പല ഭാഗത്തേക്കും അവന്റെ ശ്രദ്ധ പോകും. അങ്ങനെ വരുന്ന സമയത്ത് തൽക്കാലം വിഷമമൊന്നും ഉണ്ടാകില്ല എന്നുറപ്പുണ്ടെങ്കിൽ കണ്ണ് ചിമ്പൽ സുന്നത്താണ്. നേരെ മറിച്ച് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും, ഓപ്പ ഏതോ ഒരു സ്ഥലത്ത് നിസ്കരിക്കുക, സാധാരണ കഴിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ചേർത്തും പല സംഗതി അരിച്ചു വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വെച്ച പാമ്പ് അരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാം, ഓ കണ്ണും ചിമ്പി നിസ്കരിച്ചാൽ എന്തെങ്കിലും ജന്തുക്കൾ അരിച്ചു വരുന്നതോ കാണൂല, അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും വസ്തുക്കൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ വിഷമകരമായ അവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ കണ്ണു ചിമ്പി നിസ്കരിക്കാം. അത് കണ്ണു ചിമ്പി നിസ്കരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊന്ന്, ഹജ്ജിന് പോകുമ്പോൾ ഉള്ള നിബന്ധനയും ഉമ്മക്കുണ്ടോ? അതൊരു വിശാലമായ ചർച്ചയാണ്. അതിപ്പോ നമ്മൾ ആ ചർച്ചയിലേക്ക് കടന്നാൽ ആവശ്യമായ മറ്റു മസാല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പിന്നെ അവിടെ നെറ്റ് വൈക്കൊരു ചോദ്യം വന്നതാണ്, ഇരുട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, അവിടെയും തന്നെ ഹൗഫ്, എന്തെങ്കിലും വിഷമകരമായ അവസ്ഥ വരും, ഓരോ കൂടി ഇരുട്ടുള്ള റൂമിൽ നിസ്കരിക്കാം. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അയജന്തുക്കൾ കടന്നു വരാം, അല്ലെങ്കിൽ വെച്ച കരിക്കുന്നം കടന്നു വരാം, അല്ലെങ്കിൽ വെച്ച പാമ്പ് കടന്നു വരാം എന്നൊരു ഭയം അവന്റെ മനസ്സിലുണ്ട്. ആ സമയത്ത് അവരെ കണ്ണു ചിമ്പി നിസ്കരിക്കുന്നതിന്റെ അതേ വിധി തന്നെ ഇരുട്ടിലുമാവാം. അതല്ല, ഒരാൾക്ക് ആ ഇരുട്ടുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുമ്പോ കൂടുതൽ ഭയഭക്തി, മറ്റു ശ്രദ്ധയിലേക്കൊന്നും പോവാതെ നല്ല ഒരു ഹുശൂ അവനിക്ക് കാലം കിട്ടുമെന്ന് കണ്ടാൽ അവരത് സുന്നത്താവും. എങ്ങനെ പോയാലും സാധാരണ അതിന്റെ മസല ഖിലാഫുൽ ഔല, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കൽ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്താണ്. ആ സുന്നത്തിന് ഭംഗം വരൽ ഇരുട്ടത്ത് വെച്ച് നിസ്കരിക്കുമ്പോഴും ഉണ്ട്, അതേമാതിരി തന്നെ കണ്ണു ചെമ്പ് നിസ്കരിക്കുമ്പോഴും ആ ഒരു